അലാനിസ് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ കുമ്പനാട്ടുള്ള ബ്രാഞ്ച് സന്ദർശിച്ചപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് അലാനിസിൻ്റെ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് അലാനിസ് മേക്ക് ഓവർ സ്റ്റുഡിയോ. നമ്മൾ ഇപ്പോൾ ഏതൊരു ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞാലും യൂണിസെക്സ് സലൂൺ എന്ന് പറഞ്ഞിട്ട് ധാരാളം കാണാറുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് അനില് ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ, കുമ്പനാട്, ഇവിടെ തിരുവല്ല 4 സ്ഥലങ്ങളിൽ യൂണിസെക്സ് മേക്ക് ഓവർ സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അനിലിനോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അനിലേ, ഈ യൂണിസെക്സ് സലൂണിൽ ശരിയായ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? കാരണം ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 60 വയസ്സിന് മേലൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതെന്തോ ഒരു പ്രത്യേകത എന്നുള്ള തരത്തിലാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ എന്തെല്ലാം സേവനങ്ങളാണ് നമ്മൾ നൽകുന്നത്? നമ്മൾ ഇപ്പോൾ അലാനിസ് കുമ്പനാട് ഷോപ്പിൽ സ്കിന്നും ഹെയറും എന്നുള്ള എല്ലാ ട്രീറ്റ്മെന്റ്, അതായത് പെഡിക്യൂറ് തൊട്ട് നഖം തൊട്ട്, അതായത് മുടി തൊട്ട് പാദം വരെയുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും, ബോഡി സ്പാ ആയാലും പെഡിക്യൂറ്, മെനിക്യൂറ്, ഹൈഡ്രാ ഫേഷ്യല്, ബ്രൈഡൽ ആൻഡ് ഗ്രൂം മേക്കപ്പ്, എല്ലാം അങ്ങനെയുള്ള എന്നിവ എല്ലാ ട്രീറ്റ്മെന്റുകളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. അനേകം കസ്റ്റമറോ, കാരണം ഏകദേശം 38 വർഷത്തോളമായി അലാനിസ് യൂണിസെക്സ് മേക്ക് ഓവർ സ്റ്റുഡിയോ 38 വർഷമായി ഈ മേഖലയിൽ എത്തിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ പരിചിതനായിട്ടുള്ള ഒരു എന്റർപ്രണറാണ്. തീർച്ചയായും. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ വരുന്ന സാധാരണ ആൾക്കാർ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ, യുവാക്കൾ, അവരായിരിക്കുമല്ലോ കൂടുതലും ഇവിടെ വരുന്നത്. അതല്ല ഒരു 60 വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഈ പിടിക്കൂറൊക്കെ 60 ഡെസ്ക് സ്കിന്നുകൾ പോവുക, ആ ഡെസ്ക് പോയി അവർക്ക് നടക്കാനൊക്കെ, ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ വളരെയേറെ ഗുണകരമായി പിടിക്കൂർ ചെയ്യുന്നത് കൊണ്ട് നടക്കാനും. പെഡിക്യൂർ എന്ന് പറയുന്നത് എന്താ? അത് കാലെല്ലാം ഉപ്പിട്ടെല്ലാം ഡെസ്കിന് കട്ട് ചെയ്യുക, അവരുടെ നഖമെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കുക. അതുപോലെ മസാജ്, വളരെ ഘടകമായിട്ട് മസാജ് കൊടുക്കുന്നത്, മസാജ് പാക്ക് ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് വളരെയേറെ സാധാരണ എല്ലാ റേറ്റുകാരും നമ്മൾ പ്രത്യേകത ഏറ്റവും റേറ്റ് കുറഞ്ഞ് ചെയ്യുന്നു. സാധാരണ എല്ലാവരും ഹെയർ കട്ടിങ്, ഞാൻ ഇത്രയും വർഷമായെങ്കിലും പോലും ഹെയർ കട്ടിങ് ചെറിയ റേറ്റാണ്. എല്ലാവരും 500 രൂപയാണ്. ഹെയർ കട്ടിങ് ജെൻസിന് 200 റുപ്പീസേ ഉള്ളൂ. സാധാരണ ഇവിടുന്ന് പോയ പലരും വരും 300 എബോ പല ബ്രാഞ്ചിലും. ഞാൻ യഥാർത്ഥത്തിൽ ചില സ്ഥാപനങ്ങളിൽ, ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ കയറിയപ്പോൾ ഇതേപോലുള്ള ഒരു ആംബിയൻസും മറ്റ് സൗകര്യങ്ങളും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ മധ്യ തിരുവിതാംകൂറിലല്ല ഇത്രയും ആംബിയൻസ് എൻ്റെ സുഹൃത്തുക്കളും പല ഫ്രണ്ട്സും കസ്റ്റമേഴ്സും പറഞ്ഞു. കാരണം നിങ്ങൾ തിരുവല്ലയിലോ മറ്റുള്ള പ്രത്യേക കോട്ടയത്ത് പോലെ ഇത്രയും ആംബിയൻസ് ഉള്ള ഷോപ്പ് ഇല്ല എന്നാണ് കസ്റ്റമർ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ മലയാളികളാണോ അതോ പുറത്തു നിന്നുള്ളവരൊക്കെയാണോ? പുറത്തു നിന്നുള്ളവരുണ്ട്, മലയാളികളുണ്ട്. എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് ജോലിയാണ്. കാരണം ഇതൊരു പ്രീമിയത്തിന് മേലൊരു ഷോപ്പാണ്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ഇല്ലെങ്കിൽ ബിസിനസിനെയും കസ്റ്റമേഴ്സിനും ഇപ്പൊ എല്ലാം അറിയാം. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊരു സാമാന്യം നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് തോന്നുന്നല്ലേ? അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. കാരണം ഒത്തിരി മെഷീനറീസും മറ്റേ ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. നല്ല വർക്കുണ്ട്, നല്ല ബിസിനസ്, കസ്റ്റമർ ഹാപ്പിയാണ്. ഞങ്ങൾ അലാനിസ് കുമ്പനാട് യൂട്യൂബിൽ റിവ്യൂ നോക്കിയപ്പോൾ അറിയാൻ പറ്റും. എല്ലാം 4.5 പോകുന്നത്, എല്ലാം നല്ല കസ്റ്റമൈസ്, നല്ല പ്രീമിയം. വേറൊരു കാര്യം ഉണ്ടല്ലേ, നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അങ്ങ് തുടങ്ങുക. അപ്പോൾ എല്ലാ ജംഗ്ഷനിലും 2-3 വീതം കാണാറുണ്ട്. അത് നമ്മുടെ ബിസിനസിനെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഞങ്ങളുടെ ബിസിനസ് ബാധിച്ചിട്ടില്ല. കാരണം ഞാൻ ചങ്ങനാശ്ശേരി തുടങ്ങി, തിരുവല്ലയിൽ വന്നു, ചെങ്ങന്നൂരായി, കുമ്പനാട്. പക്ഷേ അതിനുശേഷം ഞാൻ മാത്രമുണ്ട് യൂണിസെക്സ് ഹെയർ കട്ട് എന്ന ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ. കാരണം 4 ജില്ലയിൽ അലാനിസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും സാറ് പറഞ്ഞ പോലെ ഈ ഒരു മൂലയ്ക്ക് ഒത്തിരി സലൂണുകളായി. ഞങ്ങളെ ബിസിനസ് ബാധിച്ചിട്ടില്ല. ഏതായാലും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? തീർച്ചയായും. ഈ പറഞ്ഞ ഇപ്പം മുമ്പേ പറഞ്ഞ കാലിൻ്റെ കാര്യം, കൈയുടെ കാര്യം, തലയുടെ കാര്യം ഒക്കെ ഒരു ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് 89 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു പിടിക്കൂർ ചെയ്യാൻ നടക്കാൻ ഭയങ്കര വന്നാൽ ഈ കാല് നഖമെല്ലാം വെട്ടി ആ ഡെസ്കിന് കട്ട് ചെയ്യുമ്പോൾ വളരാൻ. അലാനിസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലെ ജനറൽ മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീമതി ശരണ്യയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ശരണ്യയുടെ വീട് തിരുവനന്തപുരമാണ് അല്ലേ? അപ്പോൾ ശരണ്യയാണ് അലാനിസിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ
ഇതേപോലെയുള്ള മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് ശ്രീമതി ശരണ്യയാണ്. അപ്പോൾ ശരണ്യയ്ക്ക് ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കൂടുതൽ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ബ്യൂട്ടിയാണ്. ബ്യൂട്ടി ആൻഡ് ഹെയർ. ലേഡീസ് പറയുമ്പോൾ നമ്മൾ ഹെയറിനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ വരുന്നത് ബ്യൂട്ടി ആൻഡ് ഹെയർ വരുന്നുണ്ട്. ഹെയറിൽ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ്സ് വരുന്നുണ്ട്. കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പ്രോട്ടീൻ സ്പാസ് ഉണ്ട്. ആൻഡ് ബ്യൂട്ടി വരുമ്പോൾ നമുക്ക് ഫേഷ്യൽസ്, വെറൈറ്റി സ്കിൻ ഫേഷ്യൽസ്, പെഡിക്യൂർസ്, മാനിക്യൂർസ് ആൻഡ് ഓൾസോ ഹൈഡ്രാ ഫേഷ്യൽ. അങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഓരോന്ന് നമ്മുടെ സ്കിൻ എങ്ങനെയാണോ അത് കൺസൾട്ട് ചെയ്ത് അതിനായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും നമുക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഒരു ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ബ്യൂട്ടി മാത്രമല്ല, ഹെൽത്തും കൂടെയുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ എത്ര കാലമായി ശരണ്യ പ്രവർത്തിക്കുന്നു? 4 years. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കോഴ്സോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ സ്കില്ലും കൈവരിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് നന്നായിട്ട്, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള അനിലുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അനിലും വളരെ പ്രോസ്പെക്റ്റീവായിട്ടാണ്, വളരെ നല്ല ഒരു രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ കുമ്പനാട്ട് ഈ ഒരു പ്രസ്ഥാനം നന്നായിട്ട് നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ കുമ്പനാട്ടും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലുമുള്ള എല്ലാ അലാനി സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്നത് ശരണ്യയുടെ അല്ലേ? ശരണ്യയുടെ കഴിവാണ്. അപ്പോൾ ഈ മേഖലയിൽ തീർച്ചയായിട്ടും ശരണ്യയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.